ഒരു യുവാവിന്റെ ഒരു പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. കാര്യം സിമ്പിളാണ്. 11,000 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പ്രവർത്തനരഹിതമായി. നന്നാക്കാൻ കമ്പനി ആവശ്യപ്പെട്ടത് 6,000 രൂപ. ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്ത് ഒറ്റയ്ക്ക് വാദിച്ച 20 വയസ്സുകാരൻ രാജ്യാന്തര ഫോൺ കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുത്തത് 36,000 രൂപയുടെ നഷ്ടപരിഹാരമാണ്. 20-ാം വയസ്സിൽ ഒരു രാജ്യാന്തര മൊബൈൽ ബ്രാൻഡിനെ കോടതിയിൽ മുട്ടുകുത്തിച്ച മിടുക്കനാണ് ഈ നടന്നുവരുന്നത്. അവകാശങ്ങളെക്കുറിച്ച് ബോധവാനാണെങ്കിൽ, തെറ്റ് തന്റേതല്ലെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ നീതി വാങ്ങിയെടുക്കാൻ ആർക്കും കഴിയുമെന്നതിന്റെ അനുഭവ പാഠം. തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് കഴിഞ്ഞ ജനുവരിയിൽ. 3 തവണ സിറ്റിംഗ്, ഒരു തവണ പോലും കമ്പനി പ്രതിനിധി ഹാജരാകുകയോ മറുപടി നൽകുകയോ ചെയ്തില്ല. ഒടുവിൽ അശോക് ഘോഷിനെ മാത്രം കേട്ട് കഴിഞ്ഞ ജൂലൈയിൽ കോടതി ഉത്തരവിറങ്ങി. 12,000 രൂപ ഫോണിന്റെ വിലയും 20,000 രൂപ കോമ്പൻസേഷനും 2,500 രൂപ കോടതി ചെലവുകൾക്കുമായിട്ടാണ് ഓർഡർ വന്നത്. പക്ഷെ അതിനും അവര് യാതൊരുവിധ മറുപടിയും നൽകിയിരുന്നില്ല. അപ്പം 1 മാസം കഴിഞ്ഞു, 1.5 മാസമായിട്ടും കാണാതെ മറുപടിയൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അതായത്